യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 9. യെസ്. കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്പനേരം ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. ഗോഡ് ഹാസ് ഓപ്പൺ സം ഡോർസ് ഫോർ ഹിസ് ചിൽഡ്രൻസ്. ചില ദൈവമക്കൾക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ചില വാതിലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കർത്താവായ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കാണുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, ഞാൻ നല്ല ഇടയനാകുന്നു. ഹല്ലേലൂയ, ഞാൻ ആകുന്നു എന്ന പല കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അനേക കാര്യങ്ങൾ ഹല്ലേലൂയ ഞാൻ ആകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ എന്ത് ചെയ്യും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, രക്ഷപ്പെടുവാനിടയായിത്തീരും. യേശു ക്രിസ്തുവാകുന്ന വാതിലൂടെ ആര് കടക്കുന്നുണ്ടോ അവർ രക്ഷ നേടുവാനിടയായിത്തീരും. ഒന്നാമത്തെ വാതിൽ രക്ഷയുടെ വാതിൽ. ഹല്ലേലൂയ, ദ ഡോർ ഓഫ് ദ സാൽവേഷൻ. രക്ഷയുടെ വാതിൽ. ഈ വാതിലൂടെ കടക്കുവാൻ ദൈവമായ കർത്താവ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും കൃപയാൽ ഇടയാക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക വാതിലുണ്ട്. നമ്മളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മെയിൻ ഡോർ കാണും, എൻട്രി ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ കിച്ചൺ ഡോർ കാണും, ഓരോ ബെഡ്റൂം കാണും, അനേക ഡോറുകൾ കാണും. ഇതുപോലെ ക്രിസ്തുവാകുന്ന വാതിൽ ഹല്ലേലൂയ എവിടെയാ തുറന്നിട്ടെന്നറിയാമോ? ആ കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ആ രക്ഷയുടെ വാതിൽ ഓപ്പൺ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യേശു കർത്താവ് എന്നറിയാമോ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആ രക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതുമാത്രമല്ല, യേശു കർത്താവിനെ അടക്കിയ ശേഷം എന്നറിയാമോ ആ കല്ലറയിൽ യേശു ഉയർത്തുപോയി. ഇപ്പോഴും ആ കല്ലറയുടെ വാതിൽ എന്താണ്? തുറന്ന് കിടക്കുകയാണ്, ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്. ഇന്ന് യെരൂശലേമിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനേക കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ മാത്രം അവിടെ കാണുവാനിടയായി തീരും. ദൂതന്മാർ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവനിവിടെ പോയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കല്ലറകൾ മാത്രം ഹല്ലേലൂയ തുറന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ. അല്ല, നമുക്കറിയാം ഗാന്ധിജി നാട്ടിൽ അല്ല ഇന്ത്യയിൽ മരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനേകം ആൾക്കാർ മരിക്കുവാനിടയായി തീർന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അനേകം ആൾക്കാർ കടന്നുപോയി പറഞ്ഞു, ഹല്ലേലൂയ, യേശുവിനെ പോലെ ഈ ലോകത്തിൽ അനേക നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയല്ലയോ, നീ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന്. എന്നാൽ എഴുന്നേറ്റില്ല. എന്നാൽ യേശു മാത്രം എന്നറിയാമോ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷയുടെ വാതിൽ. യേശു ലോകത്തിലായിരുന്നു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൂടെ എന്ത് ചെയ്യണം? കടക്കണം. ഐ ആം ദ ഡോർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാതിലൂടെ കടക്കുവാൻ കൃപയാൽ ദൈവം നമുക്ക് ഭാഗ്യം നൽകുവാനിടയായി തീർന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ ബന്ധക്കാരും നമ്മുടെ കൂട്ടുകാരും പരിചയമുള്ള അനേകം പേര് എന്ത് ചെയ്യണം? ആ വാതിലൂടെ നമ്മൾ കടത്തിവിടുവാൻ നമ്മൾ ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാതിലൂടെ അകത്ത് കടന്ന് നമ്മൾ രക്ഷ നേടിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ മാത്രമല്ല ഹല്ലേലൂയ കഷ്ടത്തിലും പാപത്തിലും കിടക്കുന്ന അനേകം പേരെ വിളിച്ചുകൊണ്ട് വന്ന് ആ ഡോറിലാന്ന് ക്രിസ്തുവാന്ന ഡോറിലൂടെ അകത്ത് കയറ്റുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. വായിക്കുവാനിടയായി തീർന്നത്, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ പുറം കണ്ടെത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാന്ന വാതിലൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അനേക നല്ല മേച്ചിൽപ്പുറങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പരിഹാസങ്ങൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആ മേച്ചിൽപ്പുറത്ത് ഇഷ്ടംപോലെ മേയുവാനുണ്ട്. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണ്? പച്ചയാകുന്ന പുൽപ്പുറത്തിൽ കൂടെ അവൻ എന്നെ നടത്തുന്നു. പിന്നെ മാത്രമല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിൽ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ ചെന്ന് കുടിക്കുവാൻ വേണ്ടുവോളം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം പച്ചയായ പുൽപ്പുറത്തിലൂടെ ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തി ഓരോ ദിവസം എന്ത് ചെയ്യണം?
ഭക്ഷിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ആടുകളൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കിടക്കുവാനിടയായി തീരും. അതിനുശേഷം എന്ത് ചെയ്യും? അയവിറക്കുവാനിടയായി തീരും. അതുപോലെ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ജോലി സ്ഥലത്തും ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുവാനിടയായി തീരണം. ആ സമയത്ത് ദൈവം നമുക്ക് പുതിയ പുതിയ ആലോചനകളും അരുളപ്പാടുകളും നൽകുവാനിടയായി തീരും. എന്നാൽ കള്ളന്മാർ ഈ ലോകത്തിലേക്ക് കടന്നു വന്നറിയാമോ? ഹല്ലേലൂയ, മോഷ്ടിപ്പാനും അറുക്കുവാനും അല്ലാതെ കള്ളൻ കടന്നു വന്നത്. എന്നാൽ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് എന്താണെന്നറിയാമോ? സാധാരണ ജീവനല്ല, നിത്യജീവൻ നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ പക്കൽ എന്താണ്? നിത്യജീവൻ്റെ ഉറവുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആ നിത്യജീവൻ്റെ ഉറവിൽ നിന്ന് വീണ്ടുവോളം നമുക്ക് കുടിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരിക്കലും ദാഹിക്കാത്ത, വീണ്ടും വീണ്ടും കുടിക്കുവാൻ പറ്റിയ ഉറവെന്ന് പറയുന്നത് യേശുവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാതിൽ നോക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 3, 7 and 8. ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു വാതിൽ കാണുവാനിടയായി തീരും. അവസരത്തിൻ്റെ തുറന്ന വാതിൽ, ദ ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി തുറന്നു വെച്ച വാതിൽ. ഹല്ലേലൂയ. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ചില വാതിൽ ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുവാനിടയായി. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്താണ്? തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് UK-യിലായിരിക്കാം, ഏത് രാജ്യത്തോ ഏത് സ്ഥലത്തോ ദൈവം നമ്മളെ കൊണ്ടാക്കുന്നുണ്ടോ ആ സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ആയിരിക്കുന്നുവെങ്കിൽ ജോലിക്ക് വേണ്ടി ചില വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ സിസ്റ്റർ അല്ല നാട്ടിലിരിക്കുമ്പോൾ തനിക്ക് ഇന്ന സ്ഥലത്ത് ജോലി ലഭിക്കും, അല്ലെ എനിക്ക് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ആരോടൊപ്പം ജോലിക്ക് നമ്മൾ ആരും അറിഞ്ഞില്ല. എന്നാൽ ദൈവമായ കർത്താവ് കാലാകാലങ്ങളിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മയെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നമ്മൾ ആരും അതിന് അർഹരല്ല, യോഗ്യരല്ല. എന്നാൽ കൃപയാൽ ദൈവമായ കർത്താവ് ഇവിടെ പറയുകയാണ്, എനിക്കും നിനക്കും എന്താണ്? നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? ഫിലദൽഫിയ സഭയുടെ ദൂതൻ പറയുകയാണ്. അവൻ ആരാണ്? വിശുദ്ധനാണ്, സത്യവാനാണ്. നമ്മൾ പലപ്പോഴും വിശുദ്ധരാകുവാൻ നോക്കിയിട്ടുണ്ട്, അത്രത്തോളം ആയിട്ടില്ല. എന്നാൽ വിശുദ്ധനായ, സത്യവാനായ, കള്ളം പറയാത്ത, ഹല്ലേലൂയ, അതുമാത്രമല്ല ദാവീദിൻ്റെ താക്കോല് കയ്യിലുള്ളവന്. പ്രൈസ് ദി ലോർഡ്. ആ അധികാരത്തിൻ്റെ താക്കോൽ കയ്യിലുള്ള യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ചിലത് എന്ത് ചെയ്യും? തുറക്കുവാനിടയായി തീരും. ഞാൻ ചിലത് അടയ്ക്കുവാനിടയായി തീരും. ആരും തുറക്കാത്തതും ആരും അടയ്ക്കാത്തതും ആരും കാണാത്തതും ആരും കേൾക്കാത്തതും ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്തെന്നറിയാമോ? ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കാണണമെങ്കിൽ ഈസിയായിട്ട് ലഭിക്കത്തില്ല. ദൈവസ്ഥലം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന അളവോളം എത്തിക്കഴിയുമ്പോൾ ചില നന്മകൾ, അനുഗ്രഹങ്ങൾ എന്തറിയാമോ? ലഭിക്കുവാനിടയായി തീരും. ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിക്കുന്നവർക്കാണ്, ഒന്നാമതെത്തുന്നവർക്കാണ് ചില ട്രോഫിയും അനുഗ്രഹവും ഒക്കെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മടിയനായിട്ട് എനിക്ക് ഓടാൻ വയ്യ, അത്ര ദൂരമുണ്ടോ നോക്കി പുറകോട്ട് പോകുന്നവർക്കല്ല, ആ ഫിനിഷിംഗ് പോയിലെത്തുന്നവർക്കാണ് ചില നന്മയും അനുഗ്രഹവും ലഭിക്കുവാനിടയായി തീരുന്നത്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഹല്ലേലൂയ, നമ്മുടെ വർക്ക് അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളോ ബന്ധക്കാരോ ഭാര്യ ഭർത്താക്കന്മാരോ കുഞ്ഞുങ്ങളോ അറിയുന്നതല്ല, ദൈവം അറിയുന്നുണ്ട് നമ്മുടെ പ്രവൃത്തി. നമ്മൾ എന്തുമാത്രം ഓടിയിട്ടുണ്ട്, ഇനി ഓടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഓടിയ ഫിനിഷിംഗ് പോയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളെക്കാൾ മുമ്പിൽ അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇവിടെ പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അതുമാത്രമല്ല, ഞാൻ നിൻ്റെ മുൻപിൽ എന്താണ്? ഒരു വാതില്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ, ഒരു സ്ഥലത്ത് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭവനമായിരിക്കാം, തുറന്നു വെച്ചാൽ
ആർക്കും അതെടുക്കുവാൻ പറ്റത്തില്ല. ദൈവം കണ്ടുവച്ചിരിക്കുന്ന ഒരു ഭവനം അല്ലെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെല്ലാം അതിനെതിരെ നോക്കിയാലും അവിടെ ഹല്ലേലൂയ അവർക്ക് ലഭിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു വരുന്നതിന് മുൻപേ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പലവിധമാകുന്ന തടസ്സങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. എവിടെയാണ് വഴി തുറക്കുന്നത്? എങ്ങനെയാണ് വഴി തുറക്കുന്നത്? ആര് മുഖാന്തരമാണ്? എങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തുവാനിടയായിത്തീരും? പല ചോദ്യചിഹ്നങ്ങൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ. എന്നാൽ ആ ചോദ്യചിഹ്നത്തെ മുഴുവനും ആൻസറാക്കി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഇന്ന് ഞായറാഴ്ച കടന്നു വരുമ്പോൾ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് സങ്കീർത്തനം വായിച്ചതുപോലെ ഞാൻ അവനെന്ത് പകരം കൊടുക്കുവാനിടയായിത്തീരും? ആ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. അതിന് മുമ്പിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത ആർക്കും അതിനെ അടച്ചുകൂടാ. ഹല്ലേലൂയ. കോരസിനടുത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ചില വാതിൽ നിന്റെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. രാജാക്കന്മാരും മഹത്തുക്കളും ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം ഉപയോഗിച്ച് അവർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ അവർ മറന്നുപോയി അവരെ കോട്ടയുടെ വാതിൽ അടയ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൂടെ കടന്നു വന്ന് അതിനെ മുഴുവനും പിടിച്ചടക്കിയതുപോലെ ദൈവം ചില വാതിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ മറ്റാർക്കും കൊടുക്കാതെ ചില സീറ്റുകൾ, ചില സ്ഥലങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസം എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സീറ്റിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരണം. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഓർക്കില്ല എൻ്റെ കഴിവുകൊണ്ടാ, എൻ്റെ മിടുക്കുകൊണ്ടാ, എൻ്റെ ബുദ്ധികൊണ്ടാ ഞാൻ ഇവിടം വരെ എത്തിയെന്ന്. കൃപയാൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഓർക്കുവാനിടയായി തീരണം. അടുത്ത വായിക്കുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശക്തി ബലവും എന്തുമാത്രമുണ്ട്? ഒന്നുമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ജോൺസൺ ബർ പറയുവാനിടയായി തീർന്നു. സ്റ്റോക്ക്ഹോൾഡിൽ 45 വയസ്സ് പ്രായമുള്ള 2 പേര് കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് താഴ് വീണ് മരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ശക്തിയുണ്ട്, മിടുക്കുണ്ട്, ബലമുണ്ട്, അനേക കാര്യങ്ങൾ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്ന മനുഷ്യന് മരണത്തിൻ്റെ മുൻപാകെ നിസ്സഹായനായി നോക്കി നിൽക്കുവാനേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്ന ശക്തിയോ ബലമേ ഉള്ളൂ. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ദൈവമേ, നിൻ്റെ കൃപയൊന്ന് മാത്രമാണ്, അടുത്തൊരു ദിവസം കൂടെ നീ എന്നെ കൊണ്ടുവന്നെന്ന് പറയുവാനിടയായി തീരണം. ഇവിടെ വായിക്കുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ള. ദൈവത്തിനറിയാം. എന്നാൽ ഒരു കാര്യമുണ്ട്, എൻ്റെ വചനം നീ എന്ത് ചെയ്തു? കാത്തു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കാത്താൽ നമ്മളെ ദൈവം കാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മളെ കൈവിടത്തില്ല. ഞായറാഴ്ച കടന്നു വരുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവനാമത്തിനു വേണ്ടി നമ്മുടെ വാഹനം ഓടിക്കുന്നതും ഒരിക്കലും വൃഥാവല്ല. അതിന് എത്ര 10 മടങ്ങ് അനുഗ്രഹങ്ങളും നന്മകളും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിലും തോന്നാത്തത് ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? അടുത്ത് എന്നോട് വാക്യം. അത് മാത്രമല്ല, നീ എൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. അതിനെ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാമം, അടുത്ത് വായിക്കുന്നത്, എൻ്റെ നാമം നീ നിഷേധിച്ചതുമില്ല. അനേകം പേര് അവസരത്തിനൊത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാറുണ്ട്. എന്നാൽ ആ നാമത്തെ നിഷേധിക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ചില വാതിൽ, ഓപ്പർച്യൂണിറ്റിയുടെ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാർ കൈകൊടുത്തിട്ട് പറഞ്ഞ്, ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അത് ആർക്കും അടയ്ക്കുവാൻ പറ്റത്തില്ല. സഹോദരി സഹോദരന്മാർ കൈകൊടുത്തിട്ട് അപ്പുറം ഇരിക്കുന്ന ദൈവത്തിൽ പറഞ്ഞ്, ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 2025 അവസാനിക്കുന്നതിന് മുൻപേ ചില വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ അതിലേക്ക് കടന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരണം. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുവാൻ ഇടയായി തീരണം. പിശാച് പലപ്പോഴും നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും, ഹല്ലേലൂയ നിനക്ക് പ്രായമായി, നിനക്ക് കഴിയത്തില്ല, നിനക്കതിന് വിദ്യാഭ്യാസമില്ല, നിനക്കതിന് ബുദ്ധിയില്ല, ഹല്ലേലൂയ എന്ന് പിശാച് മന്ത്രിക്കുമ്പോൾ ആ പിശാചിനെ എന്ന് പറഞ്ഞിട്ട് ശാസിച്ചിട്ട് പറയണം, ദൈവം എനിക്ക് വേണ്ടി ചില തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ചില നന്മകൾ, അനുഗ്രഹങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി, പുരാതന സമ്പത്ത്, നമ്മൾ ജനിക്കുന്നതിന് മുൻപേ ചില ദേശങ്ങളിലെ അവകാശങ്ങളിൽ, ഭവനങ്ങളായിരിക്കാം, വീടുകളായിരിക്കാം, ജോലിയായിരിക്കാം, ഹല്ലേലൂയ ചില ആത്മാക്കൾ കൂടെ ചേർന്ന് ആരാധിക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ ചില നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഹല്ലേലൂയ. അത് കാണുവാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ കണ്ണ് നമ്മൾ ഓപ്പൺ ചെയ്യണം, തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തുറന്നെങ്കിൽ മാത്രമേ ചിലത് കാണുവാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഹല്ലേലൂയ, അവർക്ക് സമ്പത്തില്ലായിരുന്നു, ഹല്ലേലൂയ, സ്വന്തം വാഹനങ്ങളില്ലായിരുന്നു, ഹല്ലേലൂയ, ബാങ്കിൽ വലിയ ബാലൻസ് ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. വചനം അവർ കാക്കുവാനിടയായി തീർന്നു, വചനത്തിന് വേണ്ടി ഓടുവാനിടയായി തീർന്നു. 1, 2, 3 പേരോ ഹല്ലേലൂയ പല ദേശങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ മാറാനാഥ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമായിരുന്നു, ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. അത് മുഖാന്തരം അവരുടെ തലമുറ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അനുഗ്രഹിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, അല്പമേ നിനക്ക് ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തത് മുഖാന്തരം അല്ല ഞാൻ നിന്നെ സേവിപ്പാനിടയായി തീരും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. Revelation chapter 4, 1 and 2. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ തനിക്കുള്ള വാതിൽ മുഴുവനും അടഞ്ഞു കിടന്നപ്പോൾ അവന് വേണ്ടി ഒരു സ്വർഗീയ വാതിൽ എന്ത് ചെയ്യുന്നറിയാമോ? തുറക്കുവാനിടയായി. ഈ ലോകത്തിലെ പല വാതിലും അടച്ചിട്ട്, ഹല്ലേലൂയ, നിനക്ക് ജോലിയില്ല, നിനക്ക് കഴിവില്ല, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുമ്പോൾ ദൈവം എന്തറിയാമോ? സ്വർഗത്തിൽ എനിക്ക് നിനക്കും വേണ്ടി ഒരു വാതിൽ തുറക്കും. പത്മോസ് ദ്വീപിൽ ഡൊമിഷ്യൻ ചക്രവർത്തി തന്നെ കൊണ്ടിട്ടിട്ട്, ഹല്ലേലൂയ, മരണത്തിന് വേണ്ടി കാലിൽ നോക്കിയിരുന്നിട്ട് മരിക്കുമ്പോൾ കൊത്തിപ്പറിക്കുവാൻ കഴുകന്മാർ ഹല്ലേലൂയ കടലിടുക്കിൽ നോക്കിയിരിക്കുമ്പോൾ, അനേകം പേരുടെ അസ്ഥികൂടങ്ങൾ കിടക്കുമ്പോൾ ഭക്തൻ അതിനെയല്ല നോക്കിയത്, സ്വർഗത്തിലേക്ക് നോക്കുവാനിടയായി. ഞായറാഴ്ച കടന്നു വന്ന ദീപക്കോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ വേദനയോ പ്രയാസമോ കഷ്ടമോ അടുത്ത ദിവസത്തിലെ ഭാരങ്ങളെയല്ല നോക്കേണ്ടത്. ഇന്ന് പൽക്കാല ഹൃദയം തുറന്ന് സ്വർഗത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാനു വേണ്ടി സ്വർഗം തുറന്നതുപോലെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നിട്ട് ആത്മവ്യവസ്ഥയിൽ അവനെ സ്വർഗത്തിലോളം എടുക്കപ്പെട്ടിട്ട് അവൻ ചില കാഴ്ചകൾ കാണുവാനിടയായി. അവൻ വിളിച്ചു പറയുകയാണ്, കർത്തൃ ദിവസത്തിൽ ആത്മവ്യവസ്ഥനായിട്ട്, ഹല്ലേലൂയ, ഇവിടെ കയറി വരിക, മേലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആർക്കും കാണാത്തത്, ആരും കേൾക്കാത്തത് ചിലത് കാണുവാൻ വേണ്ടി സ്വർഗീയ കവാടം അവന് വേണ്ടി തുറക്കുവാനിടയായി തീർന്നു. ഇന്ന് പൽക്കാലം ആരെങ്കിലും കഷ്ടത്തിലോ പ്രയാസത്തിലോ വേദനയിലോ നെടുവീർപ്പിലോ ആയിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ കാണാത്ത ചില കാര്യങ്ങളെ കാണിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ കഷ്ടത്തിലൂടെ കടത്തിവിട്ടേക്കാം. ഹല്ലേലൂയ. അതിലൂടെ കടത്തിവിട്ട് ഹല്ലേലൂയ ചില കാര്യങ്ങളെ കാണിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കുവാനിടയായി തീരും. ഞാൻ നിങ്ങൾ ചിന്തിക്കും, മറ്റുള്ളവരെല്ലാവർക്കും കഷ്ടം എന്തുകൊണ്ടാണ് എനിക്ക് കടന്നു വന്നത്, വേദന എന്തുകൊണ്ടാണ് കടന്നു വന്നത്, അവർക്കില്ലാത്ത പ്രയാസം എന്തുകൊണ്ടാണ് കടന്നു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന് പറയുവാനുള്ളത്, അതിലൂടെ ചില കാര്യങ്ങളെ വെളിപ്പാടെന്ന് പറയുന്ന ഒരു പുസ്തകം യോഹന്നാൻ എഴുതുവാനിടയായി തീർന്നറിയാമോ? ആ കഷ്ടത്തിലൂടെ കടത്തിവിട്ടത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റനേക അപ്പോസ്തലന്മാരും അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ നിറവേറിക്കൊണ്ടിരിക്കുന്ന കാര്യവും നിറവേറുവാനുള്ള കാര്യവും ഹല്ലേലൂയ അനേക കാര്യങ്ങൾ എഴുതി ക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ നിന്നെ കഷ്ടത്തിലാക്കിയത് അത് ഗുണമായെന്ന് പറയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നത്, ഇവിടെ കയറി വരിക, മേലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. എന്നറിയാമോ? ഹല്ലേലൂയ. യേശുവിനെ പറ്റിയുള്ള, ദൈവത്തെ പറ്റിയുള്ള ഒരു കാഴ്ചയാണ് താവോട്ട് കാണുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് യേശുവിനെ കാണുന്നതിന് മുൻപായി യോഹന്നാൻ വിശ്വാസ കണ്ണാൽ കണ്ടിട്ട് എഴുതുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സൂര്യനെ മിന്നുന്ന ശക്തിയോടെ അപ്പുറമായുള്ള ശക്തി ഹല്ലേലൂയ എൻ്റെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും ഈ ലോകത്തിലുള്ള എല്ലാ രത്നത്തെക്കാളും മരകത്തെക്കാളും ഏറ്റവും വലുതായ ഹല്ലേലൂയ യേശുവിൻ്റെ ആ ശോഭ കാണുവാനിടയായി തീർന്നു. ആ ശോഭ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം തന്നെ കൊണ്ടുവന്ന് ഹല്ലേലൂയ സ്തോത്രം അവരെ കൊണ്ടിട്ട ആ കടലിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ദ്വീപിലേക്ക് കൊണ്ടിട്ട കപ്പലൊക്കെ വാതിലടച്ച് പോയപ്പോഴും
സ്വർഗീയ വാതിൽ തനിക്ക് വേണ്ടി തുറന്നപ്പോൾ ഹല്ലേലൂയ ആ കഷ്ടങ്ങളൊക്കെ താൻ മറക്കുവാനിടയായി. ഇന്ന് പൽക്കാലം നമ്മുടെ അനേക അപ്പോസ്തലന്മാരും പൂർവ്വപിതാക്കന്മാരും ആ സ്വർഗീയ ദർശനം ലഭിച്ചത് മുഖാന്തരമാണ് കഷ്ടങ്ങളോ ഭാരങ്ങളോ വേദനകളോ കടന്നു വന്നപ്പോൾ അവർ പുറകോട്ട് പോകാതിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അനേകം പേര് പിറുപിറുത്ത് പുറകോട്ട് പോകുന്നത് ആ സ്വർഗീയ ദർശനം യഥാർത്ഥമായി സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞാൽ ആരും യേശുവിനെ വിട്ട് എന്ത് ചെയ്തില്ലറിയാമോ? പുറകോട്ട് പോകത്തില്ല. അവർ മുന്നോട്ട് കടന്നു വരുവാനിടയായിത്തീരും. യോഹന്നാൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി ദൈവത്തിന് വാതിൽ തുറന്നു വെച്ചിട്ട് ദൈവം അവനോട് സംസാരിപ്പാനിടയായി. അവൻ്റെ വേദനകളും പ്രയാസങ്ങളും നൊടി നേരം കൊണ്ട് മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അവന് വേണ്ടി വാതിൽ ദൈവം തുറക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത മൂന്നാമത്തെ ഒരു വാതിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-21 വായിക്കാം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. ആമേൻ. ഇവിടെ കാണുന്നത് ഹൃദയത്തിൻ്റെ വാതിൽ, ദ ഡോർ ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് ദിവസം അവസാനത്തെ വാക്യത്തിൽ കടന്നൊരു വായിക്കുകയാണ്. 3:20-21 വായിക്കുന്നു, ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരിതുണ്ട്, ആരുടെ വാതിൽ തെള്ളി തുറന്നകത്തേക്ക് കിടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കി മുട്ടും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലും തുറന്നു കൊടുത്താലുണ്ടല്ലോ ആ യേശു കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ദൈവത്തോടൊപ്പം ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം അത്താഴം കഴിക്കുവാനിടയായി തീരും. അതാണ് കർത്താവിൻ്റെ മേശ. ഹല്ലേലൂയ. അവരോടൊപ്പം ഇരുന്ന് ഹല്ലേലൂയ യേശുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ മാളികമുറിയിൽ ഇരുന്ന് ഒരുമിച്ച് അത്താഴം കഴിച്ചതുപോലെ ആ ദൈവത്തോട് ചേർന്നിരുന്ന് ഒരുമിച്ച് 1-2 ദിവസമല്ല, സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ യുഗായുഗം അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുവാനിടയായിത്തീരും. അതാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രത്യാശ. അടുത്തത് വായിക്കുന്നത്, ജയിക്കുന്നവന് അവൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ എന്ത് ചെയ്യും? വരം നൽകും. ചിലതിനെ ജയിക്കണം, ഈ ലോകത്തെ ജയിക്കണം, പാപത്തെ, ജഡത്തെ, ഇതൊക്കെ ജയിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പലതും നമ്മളെ ജയിക്കുവാനല്ല, നമ്മൾ അതിനെ ജയിക്കുവാൻ, കടന്നു വരുന്ന പ്രയാസങ്ങളെ, പാപങ്ങളെ, കഷ്ടങ്ങളെ, വേദനകളെ ജയിക്കുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് പൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ജയിക്കുന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനോട് കൂടി ഇരിക്കുവാനുള്ള വരം നൽകും. ഹല്ലേലൂയ. പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള വരം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു രാജാവ് തൻ്റെ സിംഹാസനത്തിൽ ആരെ ഇരുത്താറില്ല. എന്നാൽ സ്വർഗത്തിൽ സിംഹാസനത്തിൽ നമ്മളെ അല്ലെങ്കിൽ ജയിച്ചു വരുന്ന കഷ്ടത സഹിച്ച തൻ്റെ വീരന്മാരെ അവനോടുകൂടെ ഇരിക്കുവാനുള്ള വരം ദൈവം നൽകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യർ ആരും ഇരുത്തത്തില്ല. അവർ സ്ഥാനങ്ങളും മാനങ്ങളും പൊസിഷനും പലതും നോക്കിയാണ് പലരെ അവിടെ ഇവിടെ ഇരുത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പന്തിയിൽ പക്ഷപാതമില്ല. അവരെല്ലാവരും ഒരുപോലെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണുവാനിടയായിത്തീരും. ചെറിയവരോ വലിയവരോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു, നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിലൂടെ കടന്ന് യഹോവയ്ക്ക് എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. അടുത്തൊരു വാതിലാണ് നീതിയുടെ വാതിൽ, റൈച്ചസ്നെസ്. ഹല്ലേലൂയ. ദ ഡോർ ഓഫ് ഹല്ലേലൂയ ജസ്റ്റിസ്നെസ്. റൈച്ചസ്നെസ്സിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? തുറന്നു തരുവീൻ, ഞാൻ അതിലൂടെ കടക്കും. ഇന്ന് പലകാലം ആ നീതിയുടെ വാതിലിൻ്റെ ഉള്ളിലൂടെ കടക്കുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അനീതിയുള്ള വാതിലൂടെ ഒരിക്കലും കടക്കരുത്. നീതിയുള്ള വാതിലൂടെ കടക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പോരാടണം. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന വാതിൽ എങ്ങനെയാണ്? ഇടുക്കവും ഞെരുക്കമുള്ളതാണ്. ലോകത്തിലേക്ക് നോക്കിയേ, വിശാലമായ വാതിലാണ്. എങ്ങനെ വേണമെങ്കിലും നടക്കാം, മദ്യപിച്ച് ലോകപ്രകാരം എങ്ങനെ വേണമെങ്കിലും നടക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ വചനത്തിനെ അനുസരിച്ച് വിശുദ്ധിയോടെ വേർപാട് നടന്നു കഴിഞ്ഞാൽ അറിയാമോ? സ്വർഗത്തിൽ പോകുവാനിടയായിട്ട്. 20-ാമത്തെ വാക്കിൽ വായിക്കുന്നത്, യഹോവയുടെ വാതിൽ തന്നെ, നീതിമാൻ അതിലൂടെ എന്ത് ചെയ്യും? കടക്കും. ആരാണ് കടക്കുന്നത്? നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. ജോബിനെ പറ്റി വായിക്കുന്നത്, അവനൊരു നീതിമാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു നീതിമാനാണെങ്കിൽ ആ സ്വർഗത്തിൻ്റെ വാതിലൂടെ കടക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം, ഒരു പാട്ടുപാടി ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മളിന്ന് പൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന ആ വാതിലൂടെ കടക്കുവാനിടയാകട്ടെ. ഒന്നാമത് രക്ഷയുടെ വാതിൽ. ഹല്ലേലൂയ സ്തോത്രം.
രണ്ടാമത് കേൾക്കുവാനിടയായി തീർന്നത് ദൈവത്തിൻ്റെ അവസരത്തിൻ്റെ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. അടുത്ത ഹൃദയത്തിൻ്റെ വാതിൽ, നീതിയുടെ വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിലൂടെ കടക്കുന്നത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും അതിലൂടെ കടക്കുമോ? ദൈവത്തോട് അടുപ്പിച്ച് അല്പം മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ, അല്പം മിനിറ്റുകൾ സ്തോത്രം ചെയ്തേ, ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. നിത്യ സന്തോഷം, യുഗ സന്തോഷം ഹല്ലേലൂയ സ്വർഗത്തിൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഓരോ ഭവനങ്ങൾ ദൈവം സ്വർഗത്തിൽ ഒരുക്കുവാൻ പോയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ മനുഷ്യർ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഭവനമാണ്, എന്നാൽ സ്വർഗത്തിൽ നിത്യമായൊരു ഭവനം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനത്തിൽ പാർക്കുവാനിടയായി തീരും. ആരവിടെ കടന്നു പോകുന്നത്? നീതിയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ അതിൽ കടക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. കഷ്ടതകൾ, ഭാരങ്ങൾ, വേദനകൾ, ദുഃഖമില്ലാത്തൊരു നാട്ടിൽ എത്തുവാൻ സമയമായി. ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ റെഡി എന്ന് പറയുവാനിടയായി തീരണം. ഒന്ന് ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നാ നമ്മുടെ മരണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എവിടെ മരിച്ചാലും നമ്മൾ ദൈവത്തോടൊപ്പമായിരിക്കണം. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ വിശ്വാസം, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. സ്തോത്രം. പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.